മലയാളി മലയാളിയാ? ആഹാ ഹായ്. ഇവിടെ ഒരു മലയാളിയൊക്കെ ഉണ്ട്. കാണിക്കില്ല? ഓക്കെ, കാണിക്കരുത് പറഞ്ഞോട്ട് കാണിക്കുന്നില്ല. ഹായ്, നമസ്കാരം. ഫസ്റ്റ് വ്ലോഗാണ്. ഞാനിപ്പോൾ ഇവിടെ മുംബൈയിൽ വന്നിട്ട് ഏകദേശം നാളെ 8 മാസം ആവുകയാണ്. ഇത്ര നാളായിട്ട് ഞാനിവിടെ സഫർ ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ലാംഗ്വേജ് ആണ്. എല്ലാവരും വിചാരിക്കും ഹിന്ദി അല്ലേ, ഹിന്ദി നല്ല എളുപ്പമുള്ള ഭാഷയല്ലേ. പക്ഷെ എനിക്ക് പൊതുവെ പണ്ട് തൊട്ടേ ഹിന്ദി അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. പിന്നെ ഉള്ളത് മറാഠിയാണ്. മറാഠിയാണ് ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ്. കർണാടകയിൽ അവിടെ കന്നഡ അറിയില്ല എന്ന് പറഞ്ഞ് അവിടെ ഭയങ്കരമായിട്ട് ആളുകളെ മർദ്ദിക്കുക, അടിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടെയും കുറെ നാൾ മുമ്പ് വരെ അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നാളുകളായിട്ട് അങ്ങനെ ഇല്ലാതിരുന്നതാണ്. പിന്നെയും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത്ര ലൗഡ് അല്ലാന്ന് തോന്നുന്നു. ഇത് ഇത്രയും നാളിന്റെ ഇടയ്ക്ക് ആദ്യമായിട്ട് കഴിഞ്ഞ ദിവസം എനിക്കും അത്തരത്തിലൊരു സംഭവം ഉണ്ടായി. അതൊരു ഡോക്ടറുടെ അടുത്തുനിന്ന്. എനിക്ക് കഴിഞ്ഞ ദിവസം നല്ല പനിയായിരുന്നു. പനിയായിട്ടൊരു 3-4 ദിവസത്തോളം ഞാൻ റെസ്റ്റിലായിരുന്നു. എനിക്ക് ഷോർട്സ് റീൽസ് ഒന്നും ചെയ്യാൻ പറ്റാതെ മൊത്തത്തിൽ അടിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഒരു ഡോക്ടറെ അടുത്ത് മരുന്ന് മേടിക്കാൻ പോയി. അവിടെ ചെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ഇംഗ്ലീഷിലാണ് വിവരങ്ങളൊക്കെ എല്ലാം പറഞ്ഞത്. എല്ലാം കേട്ടിട്ട് പുള്ളി ആദ്യം തന്നെ ചോദിക്കുന്നത് രോഗത്തിന്റെ കാര്യമൊന്നുമല്ല, എനിക്കാണ് തീരെ വയ്യേ, നിങ്ങൾക്ക് മറാഠി അറിയില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. ഹിന്ദി അറിയില്ലേ? ഇല്ല. എത്ര നാളെ ഇവിടെ വന്നിട്ട്? ഞാൻ പറഞ്ഞു 2 മാസം ആയുള്ളൂ എന്ന് പറഞ്ഞു. ശരിക്കും 8 മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എനിക്ക് പിന്നെ വേറെ എന്തെങ്കിലും തോന്നിയെങ്കിലോ എന്ന് ഓർത്ത് ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. പുള്ളി എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ ഭാഷയിൽ ഇങ്ങോട്ട് സംസാരിക്കുമോ? ഞങ്ങൾ മലയാളം പഠിക്കേണ്ടി വരില്ല. പക്ഷെ അവിടെ ആരും വന്നിട്ടുള്ള ഒരു സംസ്ഥാനക്കാരൻ മലയാളം പഠിച്ചിട്ട് സംസാരിക്കുന്നത് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവും. വർഷങ്ങളായിട്ട് അവിടെ ഉള്ളവരൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാത്തവരൊന്നും ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളതായിട്ടും എനിക്കിതുവരെ അറിയില്ല. പുള്ളി എന്നിട്ടൊരു 10-15 മിനിറ്റ് നേരത്തേക്ക് എനിക്ക് ലാംഗ്വേജിന്റെ ക്ലാസ്. എനിക്കാണ് തീരെ വയ്യ. എനിക്ക് എങ്ങനെയും മരുന്ന് മേടിച്ച് വീട്ടിലെത്തി ഒന്ന് കിടന്നുറങ്ങിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. ത്രോട്ടൊക്കെ ഭയങ്കരമായിട്ട് അടഞ്ഞു. ഞാൻ അതെല്ലാം പുള്ളിയോട് പറഞ്ഞു. എനിക്ക് വെള്ളം വരെ കുടിക്കാൻ പറ്റുന്നില്ല, അതുപോലെ പെയിൻ ഉണ്ട്, അതെല്ലാം പറഞ്ഞു. എന്നിട്ടൊന്നും പുള്ളി ഒന്നും നോക്കുന്ന പോലും ഇല്ല. ലാസ്റ്റ് ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു, സാർ ഇതൊന്ന് നോക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി തൊണ്ടയൊന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് എന്നെ പിടിച്ച് കിടത്തി 2 ഇഞ്ചക്ഷനൊക്കെ അടിച്ചു. എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു, എന്താ അടിച്ച് കയറുന്നറിയില്ല. പക്ഷെ മരുന്ന് കൊള്ളായിരുന്നു. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ഞാൻ ഓക്കെ, വലിയ പ്രോബ്ലം ഇല്ലെന്ന്. പുള്ളി 1000 രൂപ മേടിച്ചു മരുന്നിനും. ഒരു 8 ടാബ്ലറ്റും അതുപോലെ ഒരു സിറപ്പും തന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ പാടെ എനിക്ക് പരിചയമുള്ള ഒരു കേരളത്തിലൊരു ഗവൺമെന്റ് ഡോക്ടർക്ക് ഞാൻ ഇത് അയച്ചു കൊടുത്തു. ഇതൊക്കെ കഴിക്കേണ്ടതാണെന്നറിയാം. കണ്ടപാടെ അവർ പറഞ്ഞു ഇതൊന്നും കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. അതിനകത്ത് 2 ഗുളിക, ആ ഗുളിക സിറപ്പും അത്ര മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഒട്ടും വയ്യാണ്ട് ഒരു രോഗാവസ്ഥ ചെല്ലുന്ന ഒരാളോട് അതൊരു ഡോക്ടർ അങ്ങനെ പെരുമാറുക എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. ഇത്തിരി ആളുകളെ കാണുന്നുണ്ട്, അവരാരും ഇതുവരെ ഇത്തരത്തിലൊന്നും ബിഹേവ് ചെയ്തില്ല. പക്ഷെ ഇത്രയും വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ, അത് ഭയങ്കര മോശമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഞാനിതുവരെ കേട്ടിട്ടില്ല. ഇപ്പം കോവിഡ് വന്ന സമയത്തൊക്കെ മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്തെന്ന് എല്ലാവർക്കും അറിയാലോ. ഇത് പറയേണ്ടതാണെന്ന് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനിവേ എല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഷോർട്സും വ്ലോഗും അതുപോലെ റീൽസ് എല്ലാം ഉണ്ടാവും. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. മലയാളിയാ? നിങ്ങളും മലയാളിയാണോ? ഹായ്. ഇവിടെ ഒരു മലയാളിയൊക്കെ ഉണ്ട്. കാണിക്കില്ല? ഓക്കെ, കാണിക്കരുത് പറഞ്ഞോട്ട് കാണിക്കുന്നില്ല. എന്താ പേര്? എവിടെ സ്ഥലം? എവിടെ? തൃശ്ശൂരാ? ഓക്കെ. ഞാൻ കണ്ണൂരാ. ഇവിടെയാണ് താമസം.